തൃശ്ശൂർക്കാരുടെ വിഷു സ്പെഷ്യൽ മാമ്പഴ കൂട്ടാൻ. മാമ്പഴ കൂട്ടാൻ ഇല്ലാത്ത വിഷു ഓർക്കാൻ പോലും വയ്യ. തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലാണ് വിഷുവിന് മാമ്പഴക്കൂട്ടാൻ വെക്കുക എന്നുള്ളത്. അത് സംക്രാന്തി എന്ന വിഷുവിൻ്റെ തലേ ദിവസം തന്നെ മാമ്പഴക്കൂട്ടാൻ വെക്കും വൈകുന്നേരം. തലേ ദിവസം വൈകുന്നേരം നമ്മൾ വെള്ളരിക്കയും ചക്കക്കുരും ഒക്കെ ചേർത്ത് മാങ്ങയൊക്കെ ഇട്ട് മാമ്പഴക്കൂട്ടാൻ വെക്കും കേട്ടോ. അത് നമ്മുടെ സ്പെഷ്യലാണ്. വിഷുവിന് മാമ്പഴക്കൂട്ടാനാണ് സ്പെഷ്യൽ. സാധാരണ എല്ലാ കറികളിലും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി തന്നെയാണ് കേട്ടോ ഈ മാമ്പഴക്കൂട്ടാൻ. സാധാരണ നമ്മൾ മോരൊഴിച്ച് പലതരം കറികളും വെക്കും. അപ്പോൾ അതിൽ ഏറ്റവും വിശേഷപ്പെട്ട കറി, എനിക്കിഷ്ടമുള്ള കറി ഈ മാമ്പഴക്കൂട്ടാൻ തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഓണത്തിനൊക്കെ കാളൻ വെക്കും, സ്പെഷ്യൽക്കാണല്ലോ ഓണത്തിന് വെക്കും, സാധാരണ കാളൻ വെക്കും. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഈ മാമ്പഴക്കൂട്ടാൻ തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ തൃശ്ശൂർക്കാരുടെ വിഷു സ്പെഷ്യൽ മാമ്പഴക്കൂട്ടാനാണ് കേട്ടോ ഇന്ന് വയ്ക്കുന്നത്. അത് ചക്കക്കുരും വെള്ളരിക്കയാണ് മെയിനായിട്ട്. മാമ്പഴമാണ് മെയിൻ. നമ്മൾ സാധാരണ നാട്ടുമാങ്ങ ഉണ്ടല്ലോ, മാങ്ങയുടെ ഈ സീസണാകുമ്പോൾ വിഷു സീസണൊക്കെ വരുമ്പോൾ നമുക്ക് ധാരാളം നാട്ടുമാങ്ങയൊക്കെ വീണ് കിട്ടും, പഴുത്ത മാങ്ങ. അപ്പോൾ അതാണ് സാധാരണ സ്പെഷ്യലായിട്ട് നമ്മൾ വിഷുവിന് വയ്ക്കുക. ഈ ചക്കക്കുരും വെള്ളരിക്കും ഒക്കെ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ധാരാളം ഉണ്ടാവും. ഇന്ന് കുശാലായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നല്ല കണിയായിരുന്നു. മാമൻ്റെ മകൻ രാവിലെ തന്നെ മാങ്ങയും മോരൊക്കെ കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വിഷു സ്പെഷ്യൽ മാമ്പഴക്കൂട്ടാൻ തന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ വെള്ളരിക്ക ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ വീണ്ടും കടയിൽ പോയി വേഗം തന്നെ വെള്ളരിക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം ഇന്ന് വിഷു സ്പെഷ്യൽ മാമ്പഴക്കൂട്ടാനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെള്ളരിക്ക നുറുക്കി തൊലിയൊക്കെ കളഞ്ഞതാണ് നല്ലപോലെ ഇതുപോലെ നുറുക്കി കേട്ടോ. കുറച്ച് ചക്കക്കുരു അതും നുറുക്കിയതാണ്. അപ്പോൾ ചക്കക്കുരും വെള്ളരിക്കും കൂടി ആകുമ്പോൾ നല്ല കൊഴുപ്പുണ്ടാവും. ചക്കക്കുരും വെള്ളരിക്കൊക്കെ നുറുക്കി കൊണ്ടുവന്നത് നല്ലപോലെ കഴുകിയിട്ട് ഒരു കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ മണ്ണിൻ്റെ ചട്ടിയാണ് കേട്ടോ. സാധാരണ പണ്ടത്തെ കൽച്ചട്ടിയല്ല, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കൽച്ചട്ടി എന്ന് പറയാം. അങ്ങനത്തെ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കഷ്ണമൊക്കെ നല്ലപോലെ കഴുകി ഞാൻ ഈ കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഈ കൽച്ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. വിറകടുപ്പിലൊക്കെ ആണെങ്കിൽ പ്രത്യേകം സ്വാദ് തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഇത് ഗ്യാസിലാണ് വയ്ക്കുന്നത്. കഷ്ണങ്ങളൊക്കെ ഇതാ കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു, കഴുകിയിട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അതിലേക്ക് ആവശ്യത്തിന് വേവാൻ ആവശ്യമായ വെള്ളം കൂടിയും ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് എല്ലാം ഒന്ന് ചിറ്റിച്ചെടുക്കാം. കഷ്ണങ്ങത്തുമ്മി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, മസാല പൊടികളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെക്കാം. കഷ്ണം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അരമുറി തേങ്ങയും 2 പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ ജീരകവും നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം കേട്ടോ. അതിനുശേഷം എന്താ ഞാൻ പറഞ്ഞില്ലേ, മാമൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന്. മാങ്ങ അതിൽ നിന്ന് കുറച്ച് മാങ്ങ എടുത്തിട്ട്, നല്ല മണ്ണുള്ള നല്ല നാട്ടുമാങ്ങയാണ് കേട്ടോ. നമ്മൾ നാട്ടുമാങ്ങ എന്നാണ് പറയുക. നല്ല കഴമ്പുള്ള നല്ല ടേസ്റ്റിയായ മാങ്ങയാണ്. മാമ്പഴക്കൂട്ടാൻ വയ്ക്കുക ഇങ്ങനത്തെയുള്ള മാങ്ങ കൊണ്ടാണ് സാധാരണ മാമ്പഴക്കൂട്ടാൻ വയ്ക്കുക. അപ്പോൾ മാങ്ങയൊക്കെ നല്ലപോലെ കഴുകി അതിൻ്റെ തൊലി ഇങ്ങനെ ചീന്തി കളയാണ് കേട്ടോ ചെയ്യുക. കൈ കൊണ്ട് തന്നെ തൊലി ഇങ്ങനെ ചീന്തി എടുക്കുകയാണ്. അതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചീന്തി ഇങ്ങനെ എടുക്കാം. ഇങ്ങനെയാണ് മാമ്പഴക്കൂട്ടാൻ മാങ്ങ സാധാരണ. അങ്ങനെ തൊലി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമുക്കിതുപോലെ ചെത്തിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ നമുക്കിങ്ങനെ ചീന്തിയെടുക്കാൻ പറ്റി. ചീന്തിയെടുക്കാൻ തന്നെ നോക്കണം. ഇതാ മാങ്ങയുടെ തൊലിയൊക്കെ ഞാൻ ഇതുപോലെ ചീന്തിയെടുത്തു കേട്ടോ. ഇതാ അപ്പം നമ്മൾ കഷ്ണം വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വെള്ളരിക്കും ചക്കക്കുരും ഒക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവാൻ വെച്ചിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ചു തുടങ്ങി കേട്ടോ. തിളച്ചൊരു പകുതി വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പകുതി വേവായപ്പോൾ നമുക്ക് ആ തൊലി ചീന്തി വെച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതാ ഇനി മാങ്ങയും കൂടി ചേർത്ത് ബാക്കി പകുതി വേവും ഈ മാങ്ങയും കൂടി ഒന്നിച്ച് കിടന്ന് നമുക്ക് ഇന്ന് വേവിക്കാം.
അപ്പോൾ വെള്ളരിക്കയും ചക്കക്കുരും ഈ മാമ്പഴവും എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് 2 ഇതൾ കരിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കരിവേപ്പിൻ്റെ ഒരു മണം കൂടിയും കിട്ടുമല്ലോ. ഒരു ശർക്കരയുടെ 2 കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ശർക്കരയുടെ പകുതി 2 കഷ്ണമാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാമ്പഴ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഒരു ചെറിയ മധുരം കൂടി വേണം. അതാണ് അതിൻ്റെ സ്വാദ് ശരിയാവുള്ളൂ. അപ്പം ഞാനൊരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തു. അതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതാ ശർക്കരയും കരിവേപ്പിലയും വെള്ളരിക്കയും ചക്കക്കുരും മാമ്പഴം എന്താ മണം വരുന്നതെന്നറിയോ. നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന ഈ കറിക്ക്. അപ്പം അത് നല്ല പോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ആ കഷ്ണമൊക്കെ നല്ലപോലെ തിളച്ചിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ കറിയൊക്കെ ചൂടാറുമല്ലോ. അപ്പം നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ഓരോ മാമ്പഴം എടുത്തിട്ട് ഇങ്ങനെ ചോറിലിങ്ങനെ കറിയിൽ കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കും. അപ്പം അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റിയാണ്. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് നമുക്കത് കഴിക്കാം. നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓണത്തിന് വറ്റിക്കുന്ന മാതിരി വറ്റിക്കുന്ന മാതിരി അങ്ങനെ കഷ്ണം അങ്ങനെ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ണമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടാൽ മതി. ഒരുവിധം പാകത്തിന് അത്യാവശ്യം വെള്ളത്തോട് കൂടി തന്നെയാണ്. അങ്ങനെ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓണത്തിന് കുറുക്കിയെടുക്കില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കഷ്ണമൊക്കെ നല്ലപോലെ മാങ്ങയൊക്കെ നല്ല മാതിരി വെന്ത് വന്നപ്പോൾ നമ്മളിതാ മോര് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മോര് ഉണ്ടായിരുന്ന മോര് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ മോര് ഒഴിച്ചൊന്ന് തള വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. മോരൊഴിച്ച് കൊടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കാം. ആ കരിവേപ്പിലയൊക്കെ വാടി. അപ്പോൾ ആ തണ്ട് നമുക്കൊന്ന് പുറത്തേക്ക് മാറ്റിയെടുക്കാം. ഇതാ മോരൊഴിച്ചത് തിള വന്നു കേട്ടോ. തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളയൊക്കെ നല്ല പോലെ 4 പുറം തിള വന്നു. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അരച്ച് വെച്ച തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ചിട്ടുണ്ടായില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇതാണ് കേട്ടോ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ മാമ്പഴക്കൂട്ടാൻ. അപ്പോൾ വിഷു വരുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ. ഇത്തവണ നേരത്തെ മാങ്ങ കിട്ടി. അപ്പം നേരത്തെ തന്നെ ഞാൻ മാമ്പഴക്കൂട്ടാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ വിഷു ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വിഷുവിന് അറിയാത്തവർക്കൊക്കെ ഇങ്ങനെ വിഷുവിന് മാമ്പഴക്കൂട്ടാൻ ഉണ്ടാക്കാമല്ലോ. അതിന് ശേഷം നമുക്ക് കടുകും മുളകും കരിവേപ്പിലേക്ക് വറുത്തിടാം. സാധാരണ നമ്മൾ വറുത്തിടുന്ന മാതിരി വറുത്തിടാം. അപ്പോൾ മാമ്പഴക്കൂട്ടാൻ റെഡിയായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.